നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റ് MBBSും BDSും ഒഴികെയുള്ള അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ, അതുപോലെ ബി-ഫാം എന്നിവയുടെ മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് കേരള എൻട്രൻസ് കമ്മീഷണർ ആരംഭിച്ചിരിക്കുന്നു. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൻ്റെയും കേരള ബി-ഫാം റാങ്ക് ലിസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിൽ നടക്കുന്ന മൂന്നാമത്തെ അലോട്ട്മെൻറ്റാണിത്. ഈ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത, ഇത് കഴിഞ്ഞ അലോട്ട്മെൻറ്റുകളുടെ നിന്നും വ്യത്യസ്തമായിട്ട് പുതിയ രജിസ്ട്രേഷനാണ്. അതായത് ആദ്യത്തെ 2 ഘട്ടങ്ങളിലും അഗ്രികൾച്ചറോ, വെറ്റിനറിയോ, ബി-ഫാമോ, ആയുർവേദമോ, ഹോമിയോ ഏതെങ്കിലും ഒരു കോഴ്സ് കൊടുക്കാത്തവർക്കും ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്ത് പുതിയതായിട്ട് ഓപ്ഷൻസ് ആഡ് ചെയ്യാം. ഏതൊക്കെ ഓപ്ഷൻസ് നമ്മൾ അന്ന് വിട്ട് കളഞ്ഞുവോ അതൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. കഴിഞ്ഞ അലോട്ട്മെൻറ്റിൻ്റെ എന്തായിരുന്നു? ഓപ്ഷൻ കൺഫർമേഷൻ ആയിരുന്നു. ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ കൊടുത്തവയെ നിലനിർത്താൻ മാത്രമേ പറ്റുകയുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ 2 അലോട്ട്മെൻറ്റിൽ. ഈ അലോട്ട്മെൻറ്റ് പുതിയ രജിസ്ട്രേഷനാണ്. അപ്പോൾ ആദ്യത്തെ 2 ഘട്ടങ്ങളിൽ സീറ്റ് എടുത്ത്, അഡ്മിഷനൊക്കെ എടുത്ത്, കോളേജിൽ പോയി സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തവരുടെ ആ സീറ്റ് അവിടെ നിലനിൽക്കും. അവർക്ക് ആ കിട്ടിയതിനേക്കാളും താല്പര്യമുള്ളത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം, അവർക്കൊരു സീറ്റ് കിട്ടി, ആ സീറ്റ് കിട്ടിയതിനേക്കാളും താല്പര്യമുള്ളത് മാത്രമേ ഇനി ഓപ്ഷൻ പുതിയതായിട്ട് ചെയ്യാവുള്ളൂ. അന്ന് ഹയർ ഓപ്ഷൻ നിലവിലുള്ളതൊക്കെ പോയി നമ്മുടെ ഇന്ന്. ആ ഹയർ ഓപ്ഷനൊക്കെ മാറ്റിയവർ ഇനി കിട്ടിയതിനേക്കാളും താല്പര്യമുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഓപ്ഷൻസ് മാത്രം സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. ആദ്യത്തെ 2 അലോട്ട്മെൻറ്റുകളിൽ നമുക്ക് അലോട്ട്മെൻ്റ് ഒന്നും കിട്ടിയില്ല എന്നിരിക്കട്ടെ, ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഓപ്ഷൻ കൊടുക്കണം. അന്ന് നമ്മളുടെ കുറേ ഓപ്ഷൻ നിലനിൽപ്പുണ്ടായിരുന്നു, ആ ഓപ്ഷൻ എല്ലാം പോയി. ഇപ്പോൾ വീണ്ടും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം. ഇവിടെ ഓപ്ഷൻ കൺഫർമേഷൻ അല്ല, ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. ഇനി ആദ്യ 2 ഘട്ടങ്ങളിലും പങ്കെടുത്തിട്ടേ ഇല്ലെങ്കിലോ നമ്മൾ പുതിയതായി രജിസ്റ്റർ ചെയ്യാനും ഇപ്പോൾ അവസരമുണ്ട്. നമ്മൾ 5000 രൂപ അടച്ച് അഗ്രികൾച്ചറോ, വെറ്റിനറിയോ, ആയുർവേദമോ, ബി-ഫാമോ ഏതൊക്കെ താല്പര്യമുള്ള കോഴ്സുകളുണ്ടോ അതിൻ്റെയൊക്കെ പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് നമ്മൾ ഓപ്ഷൻ കൊടുക്കുകയും സേവ് ചെയ്യുകയും പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യണം. MBBSനും BDSനും ഒക്കെ നമ്മൾ ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് അലോട്ട്മെൻ്റ് ഒന്നും കിട്ടിയില്ല. അവിടെ നമ്മൾ പൈസ അടച്ചിരുന്നു, രജിസ്ട്രേഷൻ ഫീസ് 5000 അടച്ചിരുന്നു. പക്ഷേ MBBSോ BDSോ നമുക്ക് കിട്ടിയില്ല. അഗ്രികൾച്ചറിൻ്റെ, വെറ്റിനറിയുടെയോ ആദ്യത്തെ 2 റൗണ്ടിൽ നമ്മൾ കൊടുത്തിട്ടുമില്ല. ഇനി അഥവാ കൊടുത്തെങ്കിൽ തന്നെ കിട്ടിയിട്ടും ഇല്ലെങ്കിലും ഇവിടെ നമുക്ക് ഫീസ് അടയ്ക്കാതെ തന്നെ ഓപ്ഷൻസ് കൊടുക്കാം. കാരണം MBBSനും BDSനും നമ്മൾ പൈസ അടച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പൈസ മതിയാകും ഇവിടെയും രജിസ്ട്രേഷൻ ഫീസ്. അതുകൊണ്ട് ഓൾറെഡി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുകയും ഇപ്പോൾ ഓപ്ഷൻ കൊടുക്കണം എന്നുള്ളവർക്കൊക്കെ ഓപ്ഷൻ കൊടുക്കാം. ഏത് ഓപ്ഷൻസും, അഗ്രികൾച്ചറും വെറ്റിനറിയും 11 കോഴ്സുകളും, ബി-ഫാം റാങ്ക് ലിസ്റ്റിൽ നിന്ന് ബി-ഫാമും ഉണ്ട്. ഇതിലേത് വേണമെങ്കിലും നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നിലവിൽ അഡ്മിഷൻ എടുത്ത് നിൽക്കുന്നവർ അവർക്ക് ഇനി താല്പര്യമുള്ളത് മാത്രമേ ഓപ്ഷൻ വെക്കാവുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മൾ ഓപ്ഷൻ കൂടുതൽ വീണ്ടും വെച്ചു. നമ്മളിപ്പോൾ അഗ്രികൾച്ചറിന് സീറ്റ് എടുത്ത് നിൽക്കുകയാണ്. 2ാം ഘട്ടത്തിൽ നമുക്ക് അഗ്രികൾച്ചറിന് കിട്ടിയായിരുന്നു കേരള വഴി. കേരളത്തിൽ നമ്മൾ അഗ്രികൾച്ചറിന് ഏതെങ്കിലും ഒരു സീറ്റ് എടുത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വീണ്ടും പല ഓപ്ഷൻസ് കയറി വെച്ചു. നമുക്കൊരു പുതിയ സീറ്റ് കിട്ടിയാൽ 2ാം ഘട്ടത്തിൽ കിട്ടിയ സീറ്റ് നമുക്ക് നഷ്ടപ്പെടും. കിട്ടിയില്ലേ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും നമ്മൾ ഏതെങ്കിലുമൊക്കെ സീറ്റ് എടുത്ത് നിൽക്കുന്നു. ഇനി എനിക്ക് താല്പര്യമില്ല, ഇനി എനിക്ക് കൂടുതൽ ഓപ്ഷൻസ് വേണ്ട, എനിക്ക് 1ാം ഘട്ടത്തിലോ 2ാം ഘട്ടത്തിലോ കിട്ടിയ സീറ്റ് മതി, ഇനി എന്നെ പരിഗണിക്കേണ്ടതില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കേണ്ടതില്ല. കയറുകയോ ഓപ്ഷൻ കൊടുക്കുകയോ നിലവിൽ നിൽക്കുന്ന സീറ്റ് ഓപ്ഷനായിട്ട് കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ അഗ്രികൾച്ചറിന് നിൽക്കുന്നു, എനിക്കിനി വെറ്റിനറിയാണ് വേണ്ടത്, ആ വെറ്റിനറി മാത്രം ഓപ്ഷൻ വെച്ചാൽ മതി. ആയുർവേദത്തിൽ നിൽക്കുന്നു, അഗ്രികൾച്ചറാണ് വേണ്ടതെങ്കിൽ ആ അഗ്രികൾച്ചർ മാത്രം ഓപ്ഷൻ വെച്ചാൽ മതി. വീണ്ടും ആയുർവേദം കിട്ടിയ സീറ്റ് എടുത്ത് വെക്കേണ്ടതായിട്ടില്ല. അപ്പോൾ നിലവിൽ സീറ്റ് കിട്ടിയത് സാറ്റിസ്ഫൈഡ് ആണ്, ഇനിയൊന്നും പരിഗണിക്കണ്ടെങ്കിൽ ഇപ്പോൾ കയറുകയേ വേണ്ട. ഇനി നിലവിലൊരു സീറ്റ് കിട്ടി, അതിനേക്കാൾ 1ഓ 2ഓ കോഴ്സോ കോളേജോ കൂടുതൽ വേണം, അത് മാത്രമായിട്ട് വെക്കാം. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, നമുക്ക് ഏത് വേണമെങ്കിലും ഓപ്ഷൻസായിട്ട് വെക്കാം. കഴിഞ്ഞ അലോട്ട്മെൻറ്റുകൾ 1ഓ 2ഓ കോഴ്സുകൾ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, കിട്ടിയില്ല. ഈ അലോട്ട്മെൻറ്റിൽ ഈ 13 കോഴ്സുകളും പുതിയതായിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതുവരെയും കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കാത്തവർക്ക് ഫീസ് അടയ്ക്കണം. അതിൽ OEC SC ST വിഭാഗത്തിന് 500 രൂപയാണ് അടയ്ക്കേണ്ടത്. അല്ലാത്ത വിഭാഗങ്ങളെല്ലാം 5000 രൂപ അടയ്ക്കണം.
ഈ 2023 ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റിൻ്റെ ഘട്ടത്തിൽ MBBSൻ്റെയോ BDSൻ്റെയോ എഞ്ചിനീയറിംഗിൻ്റെയോ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അടയ്ക്കുകയും വേണ്ട. നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നോക്കാം. ആയുർവേദം കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, ഫാർമസി അതുപോലെയുള്ള 13 കോഴ്സുകളിലോട്ടാണ് ഈ അലോട്ട്മെൻറ്റ് നടക്കുന്നത്. ഇതിന് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. കഴിഞ്ഞ അലോട്ട്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അവരവർക്ക് താല്പര്യമുള്ളത് മാത്രം കൊടുക്കണം. 2 ഘട്ട അലോട്ട്മെൻറ്റുകളിലും മേൽപ്പറഞ്ഞ കോഴ്സിൽ അഡ്മിഷൻ എടുത്തവരും ഇനി ഓപ്ഷൻ നൽകിയിട്ടും അലോട്ട്മെൻ്റ് ഒന്നും ലഭിക്കാത്തവരും ഒക്കെ 3ാം ഘട്ടത്തിൽ പരിഗണിക്കണമെങ്കിൽ ഇവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഇനി എന്നാൽ 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും കിട്ടിയ അഡ്മിഷൻ അത് നിലനിൽക്കും, അത് പോവുകയില്ല. പുതിയ 3ാം ഘട്ടത്തിൽ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ അത് പോവുകയുള്ളൂ. നമുക്ക് അതിൻ്റെ ഡേറ്റുകൾ നോക്കിയാൽ 21-ാം തീയതി 4 മണി വരെ നിങ്ങൾക്ക് പുതിയതായിട്ട് ഓപ്ഷൻസ് കൊടുക്കുകയോ ഡിലീറ്റ് ചെയ്യുകയോ സേവ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓപ്ഷൻസ് നമുക്ക് പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് നമുക്ക് സേവ് ചെയ്യുക, ആ ഓപ്ഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടവർ അടച്ചിട്ട് വേണം, അല്ലാത്തവർ ഓപ്ഷൻസ് കൊടുത്ത് സേവ് ചെയ്താൽ മാത്രം മതിയാകും. രജിസ്ട്രേഷൻ ഫീസ് അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ലോഗിൻ ചെയ്തിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾ ഒരു പൈസയും അടയ്ക്കേണ്ടതില്ല. മുമ്പ് എപ്പോഴും നിങ്ങൾ പൈസ അടച്ചിട്ടുണ്ട്. നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് പേയ്മെൻ്റ് എന്നാണോ? അങ്ങനെയുള്ളവർ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതിയാകും. ഒക്ടോബർ 24-ാം തീയതി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. താൽക്കാലികമായിട്ടുള്ള അലോട്ട്മെൻറ്റ് വൈകുന്നേരം പ്രസിദ്ധീകരിക്കുകയും 25-ാം തീയതി നമുക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുകയും ചെയ്യും. ഏത് കോളേജിലാണ് പ്രവേശനം കിട്ടിയെന്ന് മനസ്സിലാക്കാം. 30-ാം തീയതി വരെയാണ് നമുക്ക് ആ ഫീസ് അടയ്ക്കാനുള്ള അവസരം. ഫീസ് അടയ്ക്കുകയും കോളേജിൽ പ്രവേശനം നേടുകയും ചെയ്യേണ്ടത് ഒക്ടോബർ 30-ാം തീയതിയാണ്. പുതിയതായിട്ടൊരു സെൽഫ് ഫിനാൻസിങ് ഫാർമസി കോളേജ് മാത്രമേ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ. കേരള അക്കാഡമി ഓഫ് ഫാർമസി പുതിയതായിട്ട് വന്നിരിക്കുന്ന കോളേജാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിനി ഓപ്ഷൻ വെക്കുമ്പം അതിനേക്കാളും താല്പര്യമുള്ളത് മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ. 5000 രൂപ തന്നെയാണ് രജിസ്ട്രേഷൻ ഫീസ്. SC ST OEC വിഭാഗങ്ങളൊക്കെ അവരുടെ 500 രൂപ മാത്രം അടച്ചാൽ മതിയാകും. ഈ നീറ്റ് 2023 മാർക്കിൻ്റെയും റാങ്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കേരള മെഡിക്കലിൻ്റെ ഏതാണ്ട് അവസാനഘട്ട അലോട്ട്മെൻറ്റുകളിലേക്ക് കടക്കുകയാണ്. ഇനി ലാസ്റ്റ് നടക്കുന്ന ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ്, ഒരു സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റ് മാത്രമായിരിക്കും. അതോടുകൂടി ഈ വർഷത്തെ ഏതാണ്ട് ഈ വിഭാഗത്തിലെ നീറ്റ് അനുസരിച്ച് കിട്ടിയ എല്ലാ അലോട്ട്മെൻറ്റുകളും നമുക്ക് അലോട്ട്മെൻറ്റുകളുടെയും അവസാന ഘട്ടത്തിലെത്തും. അതുകൊണ്ട് ഇനിയും നമുക്ക് ഏതെങ്കിലും താല്പര്യമുള്ള കോളേജുകളോ കോഴ്സുകളോ ഉണ്ടെങ്കിൽ ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി ഒരു അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾ കാത്തിരിക്കരുത്. അതുപോലെ തന്നെ നമുക്കറിയാം ഓൾ ഇന്ത്യ വെറ്ററിനറി അലോട്ട്മെൻറ്റ്, ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ആയുഷിൻ്റെ അലോട്ട്മെൻറ്റ് ഒക്കെ ഇതിനനുസരിച്ച് നടക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജുകളിലോ കോഴ്സുകളിലോ ഒക്കെ ചേരണം. കീമിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴിയാണ് നിങ്ങൾ ഈ 13 കോഴ്സുകൾക്കും ഓപ്ഷനുകൾ ഫില്ല് ചെയ്യേണ്ടത്. കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റ് അഗ്രികൾച്ചറിൻ്റെയും വെറ്ററിനറിയുടെയും ആയുർവേദത്തിൻ്റെയും ഹോമിയുടെയും ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച്, ബയോടെക്നോളജി, നമ്മുടെ കേരള എഞ്ചിനീയറിംഗിൻ്റെ പേപ്പർ 1 വെച്ച് തയ്യാറാക്കിയ B.Pharm റാങ്ക് ലിസ്റ്റ്, ഇതൊക്കെ അനുസരിച്ചുള്ള അലോട്ട്മെൻറ്റുകളുടെ ഏതാണ്ട് അവസാന ഘട്ടം 3ാം ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പ്രിഫറൻസ് ഓർഡർ കൊടുത്ത് നിങ്ങൾ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. 2-3 കാര്യങ്ങൾ ആദ്യം തന്നെ ഞാൻ ആവർത്തിച്ചു. അലോട്ട്മെൻറ്റ് കിട്ടിയവർ അതിനേക്കാളും താല്പര്യമുള്ളത് മാത്രമേ നിങ്ങളുടെ ഓപ്ഷനിൽ കാണാവുള്ളൂ. കിട്ടിയ സീറ്റ് ഓപ്ഷനായിട്ട് വീണ്ടും വെക്കേണ്ടതില്ല. ആദ്യത്തെ ഘട്ടത്തിൽ നിങ്ങൾ എത്ര ഹയർ ഓപ്ഷൻ ഉള്ളവരോ ഒക്കെ നിങ്ങൾ പുതിയതായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടതുമാണ്. ഇതിൻ്റെ അലോട്ട്മെൻറ്റുമായിട്ടുള്ള ഡീറ്റെയിലുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.